ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൻ. എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ അല്ലേ? ഞങ്ങളും സുഖമായിരിക്കുന്നു. ഇന്നത്തെ വ്ളോഗിൽ ചിക്കൻ ടെറിയാക്കി റെസിപ്പി കാണിക്കുന്നുണ്ട്. ജാപ്പനീസ് ഡിഷാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ ഒരു പൂരം കാണാം, അത് മിസ്സാക്കാതെ നോക്കണേ. സാധാരണ എല്ലാ ദിവസവും കാലത്ത് എണീറ്റ് വന്നാൽ കാണുന്ന കാഴ്ച ഇത്യാദി സംഭവങ്ങളാണ് കേട്ടോ. ലിവിങ് റൂമിലേക്കാണല്ലോ നമ്മളെല്ലാവരും രാവിലെ വരിക. അപ്പോൾ രാത്രി TV കണ്ടിരുന്ന് കഴിച്ച സ്നാക്സിൻ്റെ പാക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടാവും. എന്തായാലും കുട്ടികളുടെ വീടൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ കർട്ടനൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഒക്കെ വൃത്തിയാക്കി വെച്ചാലേ വേറെ എന്തെങ്കിലും ചെയ്യാൻ തോന്നും. നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ക്ലോത്താണ് മൈക്രോ ഫൈബർ ക്ലോത്ത്സ്. ഇത് ഷിഫോൺ ആൻഡ് മൈക്രോ ഫൈബർ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഷോപ്രീസിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അഫോർഡബിൾ പ്രൈസും ആണ് കേട്ടോ. ഇത് 4 പീസസ് ആണ്. ആകർഷകമായ കളറിൽ കിടക്കുന്നുണ്ട് കേട്ടോ. മൾട്ടി പർപ്പസ് ആയിട്ടുള്ളതിനാൽ ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ TVയും സൗണ്ട് ബോക്സും നമ്മുടെ സോഫ സെറ്റൊക്കെ തുടക്കാറ്. അപ്പോൾ മക്കളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ലിവിങ് റൂം നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് പഴയ പ്ലാസ്റ്റിക്കൊക്കെ ശേഖരിക്കുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ധാരാളം പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഷെഡിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് അയാൾക്ക് നൽകിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ജാസ്മിനെയും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. ഇന്ന് ജാസ്മിക്ക് സ്കൂളിൽ പോകാനുണ്ട്. ജാസ്മിൻ ലിറ്റിൽ കൈറ്റ്സിൻ്റെ മെമ്പറാണ്. അപ്പോൾ സൈബർ സുരക്ഷയെക്കുറിച്ച് അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു പ്രസൻറ്റേഷൻ ലിറ്റിൽ കൈറ്റ്സിൻ്റെ കുട്ടികളാണ് ചെയ്യുന്നത്. അപ്പോൾ ജാസ്മിന് അതിനു വേണ്ടിയിട്ട് പോകുമ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടി ചെന്നതാണ്. പോരാത്തതിന് എൻ്റെ മകൻ കൂടി അവിടെ പഠിക്കുന്നതിനാൽ അമ്മമാർക്കുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് എനിക്ക് കൂടി അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ തന്നെ ജാസ്മിനൊപ്പം ചെന്നത്. അപ്പോൾ ആ പരിപാടിയൊക്കെ ഹെഡ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജാസ്മിനും ജാസ്മിൻ്റെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് സെഷൻ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞാനും ജാസ്മിനും തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ആലു പറാത്തയും ചിക്കൻ ടെറിയാക്കിയുമാണ് ലഞ്ചിനായിട്ട് ഉണ്ടാക്കിയത്. അതിനായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് വേവിക്കാനായി വെച്ചു. ആ സമയം കൊണ്ട് ചപ്പാത്തി മാവ് കുഴച്ച് വെക്കാമെന്ന് കരുതി. ആലു പറാത്ത എന്നാൽ ഉരുളക്കിഴങ്ങ് നിറച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു തരം ചപ്പാത്തി എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനായിട്ട് വെന്ത ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളിലേക്ക് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവ് ഉരുളകളാക്കി ഓരോന്നിലും ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് നിറച്ചിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പറാത്ത എന്ന് പറയാൻ കാരണം ഇതിന് നന്നായി നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇത് ചുട്ടെടുക്കുമ്പോൾ ചപ്പാത്തി മാവിൻ്റെ ഇരുപുറവും നന്നായി നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറാത്തകളൊക്കെ ചുട്ട് വെച്ച ശേഷം ടെറിയാക്കി ചിക്കൻ തയ്യാറാക്കി
ഇതെന്താണെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജാപ്പനീസ് ഡിഷാണ് ടെറിയാക്കി ചിക്കൻ. ഈയിടെയായിട്ട് മാസിന് ജാപ്പനീസ് ഫുഡുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ എന്നോട് എന്തുകൊണ്ട് ജാപ്പനീസ് ട്രൈ ചെയ്യുന്നില്ല എന്ന് എന്നോട് എപ്പോഴും പറയും. അതുകൊണ്ട് ഈയിടെയായി ഞാൻ ജാപ്പനീസ് ഫുഡൊക്കെ വീട്ടിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇടയ്ക്കിടെ നിങ്ങൾക്കും ഇത് പ്രതീക്ഷിക്കാം. ഞാൻ എന്തായാലും ചിലതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ചിക്കൻ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ജാപ്പനീസിൻ്റെ മിക്ക ഡിഷും ഇത്തിരി മധുരം ഉള്ള ഡിഷാണ് കേട്ടോ അവർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തേൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെമൺ, വിനീഗർ, സോയ സോസ്, ഉപ്പ്, കുരുമുളക്, കോൺഫ്ലോർ എന്നിവയൊക്കെ ചേർത്തിട്ടാണ് ഇത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇങ്ങനെ ചെയ്ത ചിക്കൻ പീസസ് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കുമ്പോൾ നല്ല ചൂടിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതേ പാനിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലുള്ള ബാക്കി സോസ് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി കുറുകി വരുമ്പോൾ നമ്മൾ ആ ചിക്കനിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുത്താണ് ചിക്കൻ ടെറിയാക്കി റെഡിയാക്കുന്നത്. അപ്പോൾ മക്കൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇതിനായി നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ പീസസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് വഴിയരികിൽ സ്വീറ്റ് കോൺ വിൽപ്പനയ്ക്ക് വെച്ചിട്ട് കണ്ടു. അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഏതായാലും ഇത് വാങ്ങിക്കാമെന്ന് കരുതി. നല്ല മഴയൊക്കെയുള്ള സമയമാണല്ലോ. അപ്പോൾ വെന്ത കോണും കട്ടൻ ചായയൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അന്ന് രാത്രി ഹസ്ബൻഡിൻ്റെ നീസ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവൾ മർവാന് വേണ്ടിയിട്ട് കുറേ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മർവാന് NMMS കിട്ടിയ കാര്യം കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നല്ലോ. അപ്പോൾ നുന്നുവിനെ നിങ്ങൾക്ക് അറിയുണ്ടാവും. നുന്നുവിൻ്റെ കല്യാണമൊക്കെ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നുന്നു ഹാദിയൊക്കെ വന്നിട്ടുണ്ട്. സ്വീറ്റ്സൊക്കെ കിട്ടി. മർവാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായി താഴെ കുറിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.